ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF നിന്നും വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് റിക്രൂട്ട്മെൻറ്റുകളെ പറ്റിയാണ്. പാരാമെഡിക്കൽ സ്റ്റാഫ് CISF 2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ജൂൺ 8 മുതൽ നിങ്ങൾക്കിത് ജൂലൈ 7 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷിക്കാം. പേ ലെവൽ 7th വരുന്ന 29,200 മുതൽ 92,300 വരെ നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് പാരാമിലിറ്ററി ജോബാണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ ഒരു യൂണിഫോം പോസ്റ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത്. ഒരൊറ്റ പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മെയിൽസും ഫീമെയിൽസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി വേക്കൻസിയും പോസ്റ്റും ASI എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്, ഗ്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ആ ASI വിളിച്ചേക്കുന്നത് പാരാമെഡിക്കൽ ബ്രാഞ്ചിലാണ്, യൂണിഫോം പോസ്റ്റ് തന്നെയാണ്. ASI ഫാർമസിസ്റ്റ്, ASI എക്സ്റേ ടെക്നീഷ്യൻ, ASI ലാബ് ടെക്നീഷ്യൻ, ഇത്രയും പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മൊത്തം 24 ഒഴിവാണ് ടോട്ടലി നിങ്ങൾക്ക് വേണ്ടി ഈ റിക്രൂട്ട്മെൻറ്റിനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ആദ്യം എക്സാമാണ്, അത് കഴിഞ്ഞായിരിക്കും ഫിസിക്കൽ ഉണ്ടായിരിക്കുന്നത്. 18-നും 28-നും ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി OBC SC STക്കാർക്കൊക്കെ ഏജ് റിലാക്സേഷനും കിട്ടും. ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ASI ഫാർമസിസ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 നിങ്ങൾ പാസ്സായിരിക്കണം. ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ ഫാർമസി ഉണ്ടായിരിക്കണം. ഫാർമസിസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ASI എക്സ്റേ ടെക്നീഷ്യനാണ്, അതിനും +2 ഉണ്ടായിരിക്കണം. 2 ഇയർ ഡിപ്ലോമ ഇൻ റേഡിയോഗ്രഫിയിൽ 2 ഇയർ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. അടുത്തത് ലാബ് ടെക്നീഷ്യനാണ്. ലാബ് ടെക്നീഷ്യൻ +2 ഉണ്ടായിരിക്കണം. 2 വർഷത്തെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സും നിങ്ങൾ പഠിച്ച് പാസ്സായവരായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ട ഹൈറ്റ് പറയുന്നത് മെയിൽസിന് 170ഉം ഫീമെയിൽസിന് 157ഉമാണ്. ജസ്റ്റ് 80-85 മെയിൽസിന് ഈ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ആദ്യം ഞാൻ പറഞ്ഞു എക്സാമാണ്. എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ് ഇതിനകത്ത് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ഓൺലൈൻ വഴി അടച്ച് 100 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം 100 ക്വസ്റ്റ്യൻ ആയിട്ടൊരു OMR ബേസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ ട്രേഡ് ബേസാണ് എക്സാമിൻ്റെ സിലബസ് ഒക്കെ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ മാക്സിമം നല്ലൊരു ചാൻസാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക ഈ ഒരു വീഡിയോ. CISFൽ കയറാൻ പറ്റുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.